നമസ്കാരം. പേജ് നമ്പർ 16 ക്വസ്റ്റ്യൻ 2 നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. A wire 1 meter long is cut into 2 pieces, one of which is bent into a square and the other into an equilateral triangle. 3 times the side of the square and 2 times the side of equilateral triangle makes 71 centimeter. What are the lengths of the pieces? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 പറഞ്ഞിരിക്കുന്നത് ഒരു വയർ, 1 ലോങ് പീസ് ഓഫ് വയർ 2 പീസാക്കി കട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു പീസ് സ്ക്വയർ ഉണ്ടാക്കി. സ്ക്വയർ നമുക്കറിയാം സൈഡെല്ലാം തുല്യമാണ്. അപ്പോൾ ഓരോ സൈഡിനും നമുക്ക് എക്സ് കൊടുക്കാം. എക്സ് 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 എക്സ്. അപ്പോൾ ഒരു പീസ് സ്ക്വയർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചു. അപ്പോൾ ടോട്ടൽ എത്ര ലെന്ത് വേണം? പെരിമീറ്റർ ഓഫ് സ്ക്വയർ എത്രയാ? പെരിമീറ്റർ ഓഫ് സ്ക്വയർ അത്രയും ലെന്ത് വേണം സ്ക്വയർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പെരിമീറ്റർ ഓഫ് സ്ക്വയർ എക്സ് 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 4 ഇൻറ്റു എക്സ്, 4x ആണ് പെരിമീറ്റർ ഓഫ് സ്ക്വയർ. അപ്പോൾ ആ ലെന്ത് നമ്മൾ സ്ക്വയർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചു. ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ലെന്ത് സ്ക്വയർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചു. ഇനി പറയുന്നത് മറ്റേ പീസ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചു. ഇക്വിലാറ്ററൽ പറഞ്ഞാൽ എല്ലാ വശവും തുല്യം. നമുക്കറിയില്ല വശം തുല്യമാണെന്ന് അവർ പറഞ്ഞിട്ടില്ല, സ്ക്വയറും ഇക്വിലാറ്ററൽ ട്രയാങ്കിളും. നമുക്ക് അതുകൊണ്ട് തന്നെ വശത്തിന് നമുക്ക് y ഇട്ട് കൊടുക്കാം. y y y. അപ്പൊ എത്ര ലെന്ത് വേണം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ? അതായത് പെരിമീറ്റർ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നെ വരും. പെരിമീറ്റർ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എത്ര വരും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമുക്കറിയാം y പ്ലസ് y പ്ലസ് y. അപ്പൊ എത്രയായി? 3y. അപ്പോ ഒരു വലിയ പീസ് ഓഫ് വയർ 2ആയി കട്ട് ചെയ്തു. ഒന്ന് സ്ക്വയർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചു, അതിന് ഇത്രയും നീളം വേണം, 4x നീളം വേണം. ഒന്ന് ഉപയോഗിച്ച ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി, അതിന് നമുക്ക് 3y നീളം വേണം. അപ്പൊ ടോട്ടൽ എന്ത് തന്നിട്ടുണ്ട്? എത്രയാണ് തന്നേക്കണത്? 1 മീറ്റർ. നമുക്കറിയാം 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. 4x പ്ലസ് 3y ഈക്വൽ ടു 1 മീറ്റർ. മീറ്ററിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? 100 സെന്റിമീറ്റർ. അതായത് ഇക്വേഷൻ 1. 100 ഇപ്പൊ എഴുതിയാൽ മതി. സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് യൂണിറ്റ് എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷൻ അവരെന്താണ് പറഞ്ഞിരിക്കുന്നത്? 3 ടൈംസ് സൈഡ് ഓഫ് സ്ക്വയർ. അപ്പൊ സൈഡ് ഓഫ് സ്ക്വയർ x ആണ്. 3 ടൈം സൈഡ് ഓഫ് സ്ക്വയർ പറഞ്ഞാൽ 3x, 3 ഇൻറ്റു x അതായത് 3x. ആൻഡ് 2 ടൈം സൈഡ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സൈഡ് y അല്ലേ? 2 ടൈംസ് പറഞ്ഞാൽ 2 ഇൻറ്റു y അതായത് 2y മേക്സ് 71 സെന്റിമീറ്റർ. ഇറ്റ് ഈസ് ഈക്വൽ ടു 71. 3x 3 times side of square and 2 times side of equilateral triangle 2y make 71. ഇത് നമുക്ക് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കിട്ടി. ഇതിലൊന്നും 4x 3x നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. 3/2y കുറച്ചാലും എക്സും വൈയും വേരിയബിൾ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ഇക്വേഷൻ 1നെ ഫുൾ ആയിട്ട് നമുക്ക് 3 കൊണ്ട് ഗുണിക്കാം. 4 × 3 12 ആണ്. 12x വരും. 4നെ 3 കൊണ്ട് ഗുണിക്കാം, എക്സിന്റെ കോഎഫിഷ്യന്റ് 3 കൊണ്ട് ഗുണിക്കാം. അതേപോലെ ഇക്വേഷൻ 2നെ കംപ്ലീറ്റ് ആയിട്ട് ഇത് 4 കൊണ്ട് ഗുണിക്കാം. അപ്പൊ 1 × 4 1 × 4 ചെയ്താല് ഫുള്ള് ചെയ്യാൻ മറക്കരുത്. 4 × 4 1 × 4 ആണോ 1 × 3 ആണോ? 4 × 3 4 × 3 ചെയ്യാം. അപ്പോഴല്ലേ 12 ആവുള്ളൂ. 4 × 3 അതായത് ഫുൾ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 3. അപ്പോൾ 4 × 3 12x പ്ലസ് 3 × 3 9y ഈക്വൽ ടു 100 × 3 300. ഇക്വേഷൻ പുതിയ ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ 3 കംപ്ലീറ്റ്ലി 3 കൊണ്ട് ഗുണിക്കാൻ മറക്കരുത്. അതേപോലെ ഇത് 12 ആക്കാൻ വേണ്ടി ഈ കംപ്ലീറ്റ് ഇക്വേഷനെ നമുക്ക് എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. 3x അല്ലേ കിടക്കുന്നത്.
അപ്പോൾ 3നെ 4 കൊണ്ട് ഗുണിച്ചാൽ 12x ആവും. അപ്പോൾ ഇക്വേഷൻ 2 ഇൻറ്റു 4. അപ്പോൾ 12x പ്ലസ് 3 ഇൻറ്റു 4 12x 2 ഇൻറ്റു 4 8y ഈക്വൽ ടു 71 ഇൻറ്റു 4. ഗുണിച്ച് നോക്കാം. 71 ഇൻറ്റു 4. 4 1s are 4, 4 7s are 28. 284. ഇനി നമുക്ക് അപ്പോൾ ഇക്വേഷൻ 4 കിട്ടി. ഇനി എന്താ 300 വലുതാണ്, 284 ചെറുതാണ്. നമുക്ക് 3 മൈനസ് 4 ചെയ്യാം. ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 4. 12x നിന്ന് 12x 0 ആയി. 0 പ്ലസ് 9y മൈനസ് 8y y ആയി സമം 0 മൈനസ് ചെയ്യാം. 0 4 പോയിട്ടില്ല, ഇവിടുന്ന് പോയില്ല. 3 കട്ടാക്കി 2 ആക്കാം. 0 10 ആക്കി. പക്ഷേ ഇതിന് കട കൊടുക്കുമ്പോൾ ഇത് 9 ആവും, ഇത് 10. അപ്പോൾ എത്ര കിട്ടും? 10 നിന്ന് 4 6, 9 നിന്ന് 8 1, 2 നിന്ന് 2 പോയി 0. അപ്പോൾ 16 കിട്ടി. y ഈക്വൽ ടു 16 നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ എത്ര പീസാക്കി കട്ട് ചെയ്യണം? 3y ആയിട്ട് കട്ട് ചെയ്യേണ്ടി വരും. y. ആ പെരിമീറ്റർ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 3y ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് 1 പീസ് ടു ബി കട്ട്, ലെങ്ത് ഓഫ് 1 പീസ് ഓഫ് വയർ 3y ആണ്. ഈക്വൽ ടു 3y ഇൻറ്റു y, ദാറ്റ് ഈസ് 3 ഇൻറ്റു 16 ഈക്വൽ ടു 16 ഇൻറ്റു 3 എത്രയാണ്? 48 സെന്റിമീറ്റർ ലെങ്ത് ഓഫ് 1 പീസ് കിട്ടി. അപ്പോൾ ടോട്ടൽ 100 സെന്റിമീറ്ററിൽ ലെങ്ത് ഓഫ് 1 പീസ് കിട്ടി. അപ്പോൾ ബാക്കിയുള്ള പീസ് എത്രയാണ്? ലെങ്ത് ഓഫ് അനദർ പീസ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ലെങ്ത് ഓഫ് അനദർ പീസ് എത്രയായിരിക്കും? ലെങ്ത് ഓഫ് അനദർ പീസ് 100 സെന്റിമീറ്ററിൽ നിന്ന് 48 മൈനസ് ചെയ്താൽ മതി. 100 സെന്റിമീറ്റർ മൈനസ് 48 മൈനസ് ചെയ്യാം. 52 സെന്റിമീറ്റർ കിട്ടി. അപ്പൊ രണ്ട് ആൻസറും കിട്ടി. ഒന്ന് 52 സെന്റിമീറ്റർ, മറ്റത് 48 സെന്റിമീറ്റർ. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാം? ലെങ്ത് ഓഫ് y എത്ര നമുക്ക് y കിട്ടി? 16. ഇവിടെ കിട്ടിയത് 52 ആണ്. അപ്പോൾ ഓരോ സൈഡ് എത്രയായിരിക്കും? 52/4. അതായത് 52 ഡിവൈഡ് ബൈ 4. സ്ക്വയറിന്റെ ഓരോ സൈഡും 52 ഡിവൈഡ് ബൈ 4 ആയിരിക്കും. അതായത് 13. പിന്നെ അവർ തന്നിട്ടുണ്ട്, എന്ത് തന്നിട്ടുണ്ട്? 3 ടൈംസ് സൈഡ് ഓഫ് സ്ക്വയർ. ഇത് നമുക്ക് ചെക്ക് ചെയ്യാം. 3 ഇൻറ്റു 13 പ്ലസ് 2 ടൈം സൈഡ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 2 ഇൻറ്റു 16 എത്രയാണ്? 39 പ്ലസ് 32 മേക്സ് 71. 1 3 4 3 7 ശരിയാണ്. 71 സെന്റിമീറ്റർ. നമ്മുടെ ആൻസർ ചെക്ക് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 3. 4 years ago, Rahim's age was 3 times the age of Ramu. After 2 years, this would become 2 times. What are their ages now? രണ്ടു പേരുണ്ട്, റഹീം ആൻഡ് രാമു. അപ്പോൾ ഇയേഴ്സ് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടുപേരുടെ ഇയേഴ്സും 4 ഇയേഴ്സ് ബാക്ക് പറഞ്ഞാൽ x-4 y-4 അങ്ങനെ ആവുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെ 2 ഇയേഴ്സ് കഴിഞ്ഞാൽ രണ്ടുപേരുടെ ഏജും x+2 y+2 ആവും എന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ആൻസറിൽ ആദ്യം തന്നെ എടുക്കാം. ലെറ്റ് ഏജ് ഓഫ് റഹീം x, ഏജ് ഓഫ് രാമു y അങ്ങനെ കൊടുക്കാം. പ്രസന്റ് ഏജ് ലെറ്റ് അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രസന്റ് ഏജ് തന്നെ കൊടുക്കാം. 4 ഇയേഴ്സ് എഗോയും പറയുന്നുണ്ട്, 2 ഇയേഴ്സ് ആഫ്റ്ററും പറയുന്നുണ്ട്. അപ്പോൾ അത് കൺഫ്യൂസ് ആവാൻ പാടില്ല. ലെറ്റ് പ്രസന്റ് ഏജ്, ഇപ്പോഴത്തെ ഏജ്, പ്രസന്റ് ഏജ് ഓഫ് റഹീം x. അതേപോലെ തന്നെ പ്രസന്റ് ഏജ് ഓഫ് രാമു നമുക്ക് എന്ത് കൊടുക്കാം? y. ഇത് പ്രസന്റ് ഏജ് ആണ്. ഇനി നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ബിഫോർ ആണെങ്കിൽ മൈനസ് ചെയ്യണം. രണ്ടുപേരുടെയും മൈനസ് ഉണ്ട്, അത് മറക്കരുത്. അപ്പൊ ഒന്നും കൂടി വായിച്ചു നോക്കാം. 4 ഇയേഴ്സ് എഗോ റഹീംസ് ഏജ് 3 ടൈംസ് ഏജ് ഓഫ് രാമു. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്.
4 years ago റഹീമിന്റെ ഏജ് എത്രയായിരിക്കും? 4 years ago ആണ് എക്സ് മൈനസ് 4. 4 years മുമ്പുള്ളത് നമ്മൾ 4 മൈനസ് ചെയ്യണം, എക്സ് മൈനസ് 4 ഈക്വൽ ടു രാമുവിന്റെ റഹീംസ് ഏജ് ഈസ് 3 times ഏജ് ഓഫ് രാമു. അപ്പോൾ രാമുവിന്റെ ഏജ് എത്രയായിരിക്കും? 4 years ബാക്ക്, y മൈനസ് 4. രാമുവിന്റെ ഏജിന്റെ 3 times ആണെന്നാണ് പറഞ്ഞേക്കുന്നത്, ഇൻറ്റു 3. 3 times പറഞ്ഞാൽ എന്താ? ത്രൈസ് ഓർ 3 times ഇൻറ്റു 3. അപ്പൊ ഈ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ഇത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എങ്ങനെ വരും? y ഇൻറ്റു 3, 3y മൈനസ് 3 ഇൻറ്റു 4, അതായത് 12. ഇനി നമുക്ക് ഒന്നും കൂടി ചെയ്യാം. എക്സും വൈയും ഒരു സൈഡിലും നമ്പർ ഇപ്പുറത്തെ സൈഡിലും കൊണ്ടുവരാം. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? ഇവിടെ കിട്ടി എക്സ് മൈനസ് 4 ഈക്വൽ ടു 3y മൈനസ് 12 എന്ന് കിട്ടി. എക്സിനെയും വൈനെയും നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. എക്സ് ഇവിടെ തന്നെയാണ്, അപ്പൊ സൈൻ വ്യത്യാസമില്ല. ഈ 3y ഇങ്ങോട്ട് കൊണ്ടുവരാം, റൈറ്റ് ഹാൻഡ് സൈഡിലെ LHSലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ഇട്ട് കൊടുക്കാം. മൈനസ് 3y ഈക്വൽ ടു ഈ മൈനസ് 12 ഇവിടെ തന്നെയാണ്, അപ്പൊ അതിന്റെ താഴത്തേക്ക് എഴുതാൻ സൈൻ ചേഞ്ച് വേണ്ട. പക്ഷെ ഈ മൈനസ് 4നെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് പ്ലസ് 4 എഴുതാം. അപ്പൊ മൈനസ് 12ഉം പ്ലസ് 4ഉമായിട്ടുള്ള ഡിഫറൻസ് എടുക്കണം 8. വലിയ നമ്പർ ഏതാ? 12. അതിന്റെ സൈൻ തന്നെ കൊടുക്കണം, മൈനസ് 8. എക്സ് മൈനസ്, അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, എക്സ് മൈനസ് 3y ഈക്വൽ ടു മൈനസ് 8. ഇതിന് ഇക്വേഷൻ 1 കൊടുക്കാം. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറയുന്നുണ്ട്, ആഫ്റ്റർ 2 years ദിസ് വുഡ് ബിക്കം 2 times. അപ്പോൾ ആഫ്റ്റർ 2 years എക്സ് എത്രയാവും? എക്സ് പ്ലസ് 2 ഈക്വൽ ടു ഈ 3 times ആയിരുന്നത് 2 times ആവും എന്നാണ് പറഞ്ഞേക്കുന്നത്. ആഫ്റ്റർ 2 years വൈന്റെ ഏജ് എത്രയാവും? രാമുവിന്റെ ഏജ് എത്രയാവും? ആഫ്റ്റർ 2 years y പ്ലസ് 2 ഇൻറ്റു അത് 2 times ആവും. ആദ്യം 3 times ആയിരുന്നത് ഇപ്പൊ എത്രയാവും? 2 times ആവും. അപ്പൊ നമുക്ക് 2നെ 2 കൊണ്ട് ഗുണിക്കണം. 2 ഇൻറ്റു y 2y പ്ലസ് 2 ഇൻറ്റു 2 4. ഇനി നമുക്കിത് ഒരുമിച്ച് എഴുതാം മറ്റതുപോലെ തന്നെ. എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 2y പ്ലസ് 4. അതേപോലെ എക്സും 2yയും ഇങ്ങോട്ട് കൊണ്ടുവരാം. എക്സ് ഈ 2y ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 2y ഈക്വൽ ടു 4 ഇവിടെ തന്നെയാണോ? ഒരു സൈൻ ചേഞ്ച് വേണ്ട. പക്ഷെ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 2 ഈക്വൽ ടു 2. ഒന്നും കൂടി എഴുതിയാലോ? എക്സ് മൈനസ് 2y ഈക്വൽ ടു 2. ഇത് ഇക്വേഷൻ 2 കിട്ടി. ഇപ്പൊ 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. എക്സ് മൈനസ് 3y ഈക്വൽ ടു മൈനസ് 8, എക്സ് മൈനസ് 2y ഈക്വൽ ടു 2. 2 ഇക്വേഷൻ. ഒരു പ്രാവശ്യം കൂടി ഈ ഇക്വേഷനെ താഴത്തേക്ക് എഴുതാം. 1ന് എക്സ് മൈനസ് 3y ഈക്വൽ ടു മൈനസ് 8, ഇക്വേഷൻ 1. ഇനി നമ്മൾ കുറച്ചാലാണ് എക്സ് മൈനസ് എക്സ് പോകുള്ളൂ. അപ്പൊ നമുക്കത് കുറയ്ക്കാം. അപ്പൊ എങ്ങനെ വരും കുറയ്ക്കാൻ? എക്സ് 2ൽ നിന്ന് 1 കുറയ്ക്കുക, 2ൽ നിന്ന് നമുക്ക് 1 കുറയ്ക്കാം. 2 മൈനസ് 1 ചെയ്യാം. എക്സ് മൈനസ് എക്സ് എത്രയായി? 0. അതേപോലെ മൈനസ് 2y മൈനസ് മൈനസ് 3y. അപ്പൊ 2 പ്രാവശ്യം മൈനസ് വന്നപ്പോ ഈ മൈനസ് എന്തായി? മൈനസ് മൈനസ് 3. ഇത് പ്ലസ് 3y ആയി. അപ്പൊ എന്തായി? മൈനസ് 2y പ്ലസ് 3y എത്രയായി? പ്ലസ് y ഈക്വൽ ടു 2 മൈനസ് മൈനസ് 8 ആണ്. 2 പ്രാവശ്യം മൈനസും മൈനസും വന്നപ്പോ അത് പ്ലസ് ആയി. 2 പ്ലസ് 8 എത്രയാണ്? 10. അപ്പൊ നമുക്ക് രാമുവിന്റെ ഏജ്, y പറഞ്ഞാല് രാമുവിന്റെ ഏജ് അല്ലേ, രാമൂസ് ഏജ് നമുക്കിപ്പോ കിട്ടി. രാമൂസ് ഏജ് ഈസ് പ്രസന്റ് ഏജ് ഈസ് 10 years. ഇനി നമുക്ക് റഹീമിന്റെ ഏജ് കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഏത് ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 2 അല്ലെങ്കിൽ ഇക്വേഷൻ 1, ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്നും കൂടി എഴുതാം. എക്സ് മൈനസ് 2y ഈസ് ഈക്വൽ ടു 2. അപ്പോൾ y ആണ് നമുക്ക് കിട്ടിയത്. y ഈസ് ഈക്വൽ ടു 10. ഈ വാല്യൂ വേണം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. എക്സ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മൈനസ് 2 ഇൻറ്റു y കിട്ടി 10 ഈക്വൽ ടു 2. അതായത് എക്സ് മൈനസ് 2 ഇൻറ്റു 10 എത്രയാണ്? 20. 20 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ എക്സ് മാത്രമേ വേണ്ടൂ. 2 അങ്ങനെ തന്നെ താഴത്തേക്ക് എഴുതാം. മൈനസ് 20 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ പ്ലസ് 20, അതായത് 22 കിട്ടി.
അതായത് റഹീംസ് ഏജ്, എക്സ് നമ്മൾ സങ്കല്പിച്ച റഹീംസ് ഏജ് ആണ്. റഹീംസ് ഏജ് ഈസ് ഈക്വൽ ടു 22 ഇയേഴ്സ്. ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ രണ്ട് ആൻസറും കിട്ടി. രാമുവിന്റെ 10 ഇയേഴ്സ്, 22 റഹീമിന്റെ 22 ഇയേഴ്സ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 22 4 ഇയേഴ്സ് ബാക്ക്, അതായത് 22 മൈനസ് 4 നോക്കൂ. 22 മൈനസ് 4 ദാറ്റ് ഈസ് 18. 4 ഇയേഴ്സ് ബാക്ക് രാമുസ് ഏജ് 10 മൈനസ് 4 ദാറ്റ് ഈസ് 6. ശരിയാണ്. 18 ഈസ് ഈക്വൽ ടു 3 ടൈംസ് 6 ആണ്. അങ്ങനെ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ്, ആഫ്റ്റർ 2 ഇയേഴ്സ്, ആഫ്റ്റർ 2 ഇയേഴ്സ് എക്സ് എത്രയാവും? 22 പ്ലസ് 2, അതായത് 24. രാമുന്റെ ഏജ് എത്രയാവും? 10 പ്ലസ് 2 12. ശരിയാണ്. 24 ഈസ് 2 ടൈംസ് ആവും. 24 ഈക്വൽ ടു 2 ഇൻറ്റു 12. അപ്പോൾ രണ്ട് കണ്ടീഷനും വെച്ച് നോക്കിയാലും ആൻസർ ശരിയാണ്. അപ്പോൾ നമുക്ക് പ്രൂഫായി. ആൻസർ രാമോസ് ഏജ് 10 ഇയേഴ്സ്, റഹീംസ് ഏജ് 22 ഇയേഴ്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പേജ് നമ്പർ 18-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഡിഫറൻസ് ഓഫ് ദ ടു സ്മോൾ ആംഗിൾ ഓഫ് ദ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ഈസ് 20 ഡിഗ്രി. കാൽക്കുലേറ്റ് ഓൾ 3 ആംഗിൾസ്. അപ്പോൾ ആദ്യം തന്നെ ഓൾ 3 ആംഗിൾസിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കറിയാം 1 ആംഗിൾ ഈസ് 90 ഡിഗ്രി. ആദ്യം തന്നെ നമുക്കറിയാം റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണ് തന്നിരിക്കുന്നത്. 1 ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി തന്നിട്ടുണ്ട്. 1 ആംഗിൾ നമുക്ക് ആദ്യം തന്നെ ആൻസർ കിട്ടി. 1 ആംഗിൾ കാൽക്കുലേറ്റ് ഓൾ 3 ആംഗിൾസ് ആണ്. 1 ആംഗിൾ 90 ഡിഗ്രി. കാരണം എന്താ? ഗിവൺ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ തന്നിട്ടുണ്ട് അവര്. ഇനി then sum of other 2 angles എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ആംഗിൾ ഓഫ് ട്രയാംഗിൾ, ഇതിന് നമുക്ക് x കൊടുക്കാം, ഈ സ്മോൾ ആംഗിളിന് y കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടിയിട്ടാണ് 180 ഡിഗ്രി. എക്സ് പ്ലസ് വൈ പ്ലസ് 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി സാധാരണ ഈ ബോക്സ് ആണ്, ഇങ്ങനെയുള്ള ഒരു സൈനാണ് കൊടുക്കാറ്. 90 ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ എക്സ് പ്ലസ് വൈ എത്രയാണ്? 180ന്ന് 90 കുറച്ചാൽ മതിയല്ലോ. 180 മൈനസ് 90 എത്രയാണ്? 90. എക്സ് പ്ലസ് വൈ നമുക്ക് കിട്ടി 90. ഇക്വേഷൻ 1. ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ആംഗിള് 3 എണ്ണം കണ്ടുപിടിക്കാനുള്ളതിൽ അവർ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് പറഞ്ഞത്. അപ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ മറ്റ് 2 ആംഗിളിന്റെ സമ്മ് 90 ഡിഗ്രി ആയിരിക്കും. ഇനി പിന്നെ തന്നേക്കുന്ന ഡിഫറൻസ് ഓഫ് 2 സ്മോളർ ആംഗിൾ 20 ഡിഗ്രി. എക്സ് മൈനസ് വൈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 20 ഡിഗ്രി. ഇക്വേഷൻ 2. ഇനി ഇത് എളുപ്പമായില്ലേ? ഈ 2 ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒരെണ്ണത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. കൂട്ടിയാൽ മതി. പ്ലസ് വൈ മൈനസ് വൈ കൂട്ടിയാൽ 0 വരും. അപ്പോൾ എക്സ് പ്ലസ് എക്സ് ആഡിങ് 1 and 2 1 പ്ലസ് 2 എക്സ് പ്ലസ് എക്സ് 2x 0 ഈസ് ഈക്വൽ ടു 0 0 0 9 പ്ലസ് 2 11 110 ഡിഗ്രി. 2 ഇൻറ്റു എക്സ് ആണ് 110 ഡിഗ്രി. അപ്പോൾ എക്സ് എത്ര വരും? എക്സ് ഈക്വൽ ടു 110. ഇവിടെ ഇൻറ്റു ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ ബൈ 2. 110 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 5 2s are 10 110 5 2s are 10 55 ഡിഗ്രി. അപ്പോൾ 1 ഓഫ് ദി ആംഗിൾ നമുക്ക് കിട്ടി, എക്സ് കിട്ടി 55 ഡിഗ്രി. ഇനി നമുക്കറിയാം ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ഇവിടെ കൊടുക്കാം. എക്സ് ഈക്വൽ ടു 55 പ്ലസ് വൈ നമുക്ക് അറിയില്ല ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ വൈ എങ്ങനെ കണ്ടുപിടിക്കും? 90 ഡിഗ്രി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന മൈനസ് 55. എത്രയാണ് 90 55 പോയാൽ? 90 മൈനസ് 55 35 ഡിഗ്രി. അതായത് ഒരു ആംഗിള് 35 ഡിഗ്രി. നമുക്കപ്പോൾ 2 ആംഗിളും കിട്ടി. 1 ഓഫ് ദി സ്മോൾ ആംഗിൾ 55 ഡിഗ്രി, അനദർ ആംഗിൾ 35 ഡിഗ്രി ആൻഡ് ദ തേർഡ് ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ എല്ലാ ആൻസർ ഇനി ഒന്ന് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഈ 2 സ്മോൾ ആംഗിളിന്റെ ഡിഫറൻസ് 55 മൈനസ് 35 എത്രയാണെന്നാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ? 20 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 3 2 5 ശരി 20 ഡിഗ്രി. അപ്പോൾ ആ കണ്ടീഷനും ശരിയായി. അപ്പോൾ ഈ ആൻസർ ശരിയാണ്.
അപ്പോൾ ഒരു ആംഗിൾ 90, മറ്റേ ആംഗിൾ 55, അനദർ ആംഗിൾ 35 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ.